കഴിഞ്ഞു ഈ വർഷം ഈ ജിമ്മുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം. എനിക്ക് സ്കിന്നിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സ്കിന്നിന്റെ അപ്ഡേറ്റ് പറയാൻ ഒത്തിരി എപ്പോഴും ആൾക്കാർ മെസ്സേജ് വയ്ക്കാറുണ്ട്. അടിപൊളി പിസ്സ, വെജിറ്റബിൾ പിസ്സ. മമ്മ ലുക്ക്, ഓറഞ്ച് സെറ്റ് ഡൗൺ. അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് പറഞ്ഞ ആൾക്കാരെ പെട്രീഷ്യ എന്നും ഇംഗ്ലീഷ് മോശം പറഞ്ഞ ആൾക്കാരെ പെട്ടി ഓട്ടറേഷ എന്ന് പറഞ്ഞത്. Hey my angels, and I'm Aishwarya and welcome to our channel Blush with Ash and welcome to yet another day in my life. അപ്പോൾ ഇന്നത്തെ വീഡിയോ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 5:45 സ്റ്റാർട്ട് ചെയ്തു ബിക്കോസ് ഞാൻ ഇന്ന് രാവിലെ സൂംബയ്ക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സൂംബ ട്രെയിനർ ഇസ് ഗുഡ്. അപ്പോൾ ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്നതാണല്ലോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സൂംബ ട്രെയിനർ അത്ര പോരാത്തതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ പുതിയ ട്രെയിനർ ഇസ് അടിപൊളി. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് സൂംബയ്ക്കാണ് പോകുന്നത്. അപ്പോൾ 6:45 കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് ഞാൻ 5:45 എണീറ്റിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ചും അവൻ്റെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് 5:45 6 മണിക്കുള്ള 6 മണിക്ക്, അത് പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഇപ്പോൾ 6 മണിക്കുള്ള ഇതാണ്. അതായത് ഇരുട്ട്, കൊച്ച ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടാണ്. തണുപ്പായതുകൊണ്ട് വെളുക്കാനൊക്കെ ഇത്തിരി ലേറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇന്ന് കുറച്ച് തണുപ്പ് കുറവുണ്ട്. മിനിഞ്ഞാന്ന് ഭയങ്കര റെക്കോർഡ് തണുപ്പായിരുന്നു. എനിക്ക് വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. സ്വെറ്റർ ഇടുന്നു, സോക്സ് ഇടുന്നു, പുതയ്ക്കുന്നു. ആകെ ഡേ ടൈമിൽ നമുക്ക് തീരെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മിനിഞ്ഞാന്ന്. പക്ഷേ ഇന്നലെ ഇച്ചിരി കുറഞ്ഞു, ഇച്ചിരി വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ അധികം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പടപടപടയെന്ന് ഇപ്പം ഇന്ന് കിരൺ ജിമ്മിൽ പോയിട്ടില്ലെന്ന്. കിരൺ അവിടെ ഉണ്ട്, കിടക്കുന്നുണ്ട് വാവെടുത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല, സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. ബിക്കോസ് അല്ലെങ്കിൽ വാവ എൻ്റെ ഇടയിൽ എണീറ്റ് കഴിഞ്ഞാൽ അതൊരു തലവേദനയാണല്ലോ പിന്നെ. അപ്പോൾ അമ്മയ്ക്കും മീൻസ് അമ്മയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂംബിക്കാറുണ്ട്. അമ്മയാണ് ബാക്കി ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ണിക്കുട്ടിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ വിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടൈം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അമ്മയ്ക്ക് അതൊക്കെ നേരത്തെ കാലത്ത് ഉറങ്ങത്തിലൊരു കാര്യം, നേരത്തെ എണീറ്റ് പോരുകയും ചെയ്യും. ഇതാണ് പുള്ളിക്കാരത്തിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കിരൺ ജിമ്മിൽ എന്തോ പോയില്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, അവന് വിടാനും ആശ്വാസമുണ്ട്. അപ്പം ഞാൻ വേഗം എൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം എന്താ പറയാൻ വേണ്ടി പോണേ, വെള്ളം കുടിച്ചതിന് ശേഷം ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നവന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിസ്സ ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഇഡ്ഡലി വേണ്ട, ഇത് ദോശ കേട്ടോ. ഞാൻ ഒരു പണി ഒന്നും കൊണ്ടുപോകണ്ട, നമുക്ക് ദേഷ്യം കയറി. പിന്നെ ഓർത്തത് പിസ്സ ദോശ ഉണ്ടല്ലോ, അതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സിമ്പിളാണ് പിസ്സ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ട് പിസ്സ ദോശ ഉണ്ടാക്കാം. ഈ ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഓർക്കോട്ടെ, രാവിലെ ഭയങ്കര നല്ലതാണ്, നമുക്ക് ഫാറ്റ് ലോസിനും ഹെൽത്തിനും ഒക്കെ ഭയങ്കര അടിപൊളി ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് കുടിക്കണമെന്ന് ചോദിക്കും. പക്ഷെ എന്ന് ഞാൻ അത് കൊതിർക്കാനാണ് മറന്നു പോകുന്നത്. അതുകൊണ്ട് വെറുതെ വെള്ളം, വാം വാട്ടർ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ സാലഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ടായിരുന്നു, പിന്നെ ക്യൂക്കമ്പറും കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ക്യൂബ്സ് ആയതുകൊണ്ട് ഒരു ചെറിയ സവാളേൻ്റെ അകത്തോട്ട് ഈ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റഡ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, സവാളയുണ്ട്. ഇത്രയും പച്ചക്കറിയൊക്കെ മതി. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു മുട്ട ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി കല്ല് ചൂടാക്കി ഓൾമോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് മറ്റേ ഗ്രേറ്റഡ് എന്താ പറയുക, ഗ്രേറ്റഡ് ചീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഇല്ലേ സ്പ്രെഡ് ഉള്ളൂ. അപ്പോൾ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല ഒന്നെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ വല്ല പിസ്സ പാസ്ത സോസ് അല്ലെങ്കിൽ അതും കൂടി എടുത്തേക്കാം. ഓക്കെ, ഇത്രയും മതി, നമുക്ക് ഞാൻ ഉണ്ടാക്കാം. എണ്ണ ഇടാം ആദ്യം. വലിയ ദോശയായിരിക്കും, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പരത്താവുന്നത് നല്ലോണം എണ്ണ ഇടണേ. ഇച്ചിരി കട്ടിയിൽ വേണം മാവ് പരത്താനേ. ബിക്കോസ് ഈ പച്ചക്കറികളൊക്കെ നമുക്ക് അവിടെ നിലത്തേണ്ടതാണല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് ദി ദോശ, അല്ല പിസ്സ ദോശ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച്, ഇത് 2 ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മുട്ടേൻ്റെ പകുതി
പിന്നെ തീ ഒന്ന് മീഡിയമിലേക്ക് കുറച്ച് വെക്കിട്ടോ, ബിക്കോസ് നമുക്ക് ബാക്കി ഈ സാധനങ്ങളൊക്കെ ഒന്ന് വേവേം വേണം, അതൊക്കെ ഒന്ന് സെറ്റ് ആവണമല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്തൊന്നും വലിയ കാര്യമായിട്ട് ഉള്ളതുപോലെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ, തീർന്നൊരു സാധനം. ഏതെങ്കിലും സോസ് ഉണ്ടായാൽ മതിയായിരുന്നു, അപ്പോൾ മറ്റേ സോസ് തീർന്നിരിക്കണം. അതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പച്ചക്കറീൻ്റെ മറ്റേ ഇതൊക്കെ കുക്കാവണേ മുന്നേ അതൊക്കെ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ബൈൻഡ് ആവില്ലേ. വേണ്ട, ബാക്കി പച്ചക്കറി എന്താ ഉള്ളത്? എൻ്റെ കയ്യിലുള്ളത് സവാളയും ക്യാപ്സിക്കമാണ്. അത് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഒരിച്ചിരി പെപ്പർ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഇച്ചിരി മതിയേ. നമുക്ക് കുറച്ച് മറ്റേ ഗ്രേറ്റഡ് ചീസാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വെതറി കൊടുത്തിട്ട് കുക്ക് ചെയ്താൽ മതി, അന്ന് അടച്ചു വെച്ചിട്ട്. ഇപ്പം നമ്മളിങ്ങനെ മറ്റേ ക്രീം ചീസ് ആയത് കൊണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് അവരോടൊക്കെ തോണ്ടി കൊടുക്കണം. കോട്ടേജ് ഇത് ശരിക്കും ഗ്രേറ്റഡ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇതും അടിപൊളിയാണ്. ഇനി ഇതൊന്ന് കുക്കാവട്ടെ കേട്ടോ. ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ ഇത് അതൊന്നുമില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രി വന്ന ഐഡിയയില്ലേ, അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ആൾമോസ്റ്റ് ആയത് കൊണ്ട് നമുക്കിത് നമ്മുടെ പിസ്സേനെ കട്ട് ചെയ്യണ മാതിരി കട്ട് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, അടിപൊളി പിസ്സ. വെജിറ്റബിൾ പിസ്സ അല്ലല്ലേ, മുട്ടയുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ ലഞ്ച് ബാഗിലേക്ക് തന്നെ പാക്ക് ചെയ്യാം. ഉണ്ട്, ഇതില്ല, ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കുട്ടിക്ക്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശ റെഡിയായി. ദാറ്റ് ഈസ് ഓൾസോ ഡൺ. ഇത് ആക്ച്വലി ചൂടോടെ കഴിക്കണം കേട്ടോ, ഒന്നാണ് ഞാൻ ശരിക്കും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അതിന്. പക്ഷേ ഈ പറഞ്ഞാൽ അവർക്ക് ചോറ് കൊണ്ടുപോകാൻ മടിയായതുകൊണ്ട് ഇതൊക്കെ ധാരാളം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ച് സെറ്റ് ആയിട്ടുണ്ടേ. ഇന്നത്തെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പിസ്സ ദോശ ആക്കിയിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് ഇത് കിരൺ ഓഫീസിൽ നിന്ന് എന്തോ കൊണ്ടുവന്ന സാധനമുണ്ട്, ക്രിസ്റ്റോസ് മെക്സിക്കൻ ചില്ലി ചിപ്സ്. അപ്പോൾ ഇത് മതി, ഇത് ഇങ്ങനെ തന്നെ കൊടുത്തു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞേക്കണം. അതായത് പൊട്ടിച്ച് ബോക്സിൻ്റെ തുറന്നാക്കില്ല, അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, വെല്ലപ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിപ്സാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ അവന് ലഞ്ചായി. ഇനി ഞാൻ ലഞ്ച് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റെഡി ആവുന്ന ടൈമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്മൂതി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി എന്താ പറയുക, അതിന് ടെൻഷനൊന്നുമില്ല. ഇനി നമുക്ക് ഡ്രസ്സ് മാറുക, ഇത് കുടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പടപടയാന്നാവാം. ഹായ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്സ്. കാണില്ലല്ലേ, ഒരു സെക്കൻഡ്. ഈ ഒരു ലൂസ് പാൻസും പിന്നെ ഈ ഒരു ടോപ്പുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ഞാൻ എൻ്റെ സ്മൂത്തി കുടിക്കുന്നുണ്ട്. അമ്മ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 6:45 ആയി. വേഗം സ്മൂത്തി കുടിച്ചിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് ഒറ്റ ഓട്ടം കൊടുക്കാനുള്ളതാണ്. ടപ്പേന്നാവട്ടെ. അങ്ങനെ ഞാൻ എന്താ പറയുക, ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിലേക്ക് കയറിയിട്ട് 6:48 ആയി. 10 മിനിറ്റിൽ 10 മിനിറ്റ് വേണ്ട, 5-6 മിനിറ്റ് അവിടെ എത്തും. പിന്നെ നമുക്ക് ഷൂസൊക്കെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. തണുപ്പ് കുറഞ്ഞു ഞാൻ പറയാം. എന്നാലും ഒരു സേഫ്റ്റിക്ക് ഞാനെടുത്ത് സ്വെറ്റർ പോലത്തെ സാധനം ഇടുന്നത്. മറ്റേ കട്ടിയുള്ള ജാക്കറ്റ് എടുത്തിട്ടൊന്നും ഒന്നും ആകുന്നില്ല, മനസ്സിലായോ? ഒന്നും ആകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ പൊഫി ഇങ്ങനെ ഫറി ആയിട്ടുള്ള സാധനം ഇടണം കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ, റെക്കോർഡ് തണുപ്പാണ് ഈ പ്രാവശ്യം. അങ്ങനെ ജിമ്മിലെത്തി. ഇതാണ് എൻ്റെ ജിമ്മിൻ്റെ ഇന്നത്തെ സൂംബ കോസ്റ്റ്യൂം. സൂംബ ആയതുകൊണ്ട് ഞാൻ അരയിൽ ഒരു ജാക്കറ്റൊക്കെ കിട്ടിയത്, ഒരു സ്റ്റൈലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ പിന്നെ ജോയിൻ ചെയ്തായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ സൂംബ. അങ്ങനെ നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സൂംബ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും എന്താ പറയുക, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, മെറി ന്യൂ ഇയർ, മെറി ക്രിസ്മസിന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് ടാറ്റയൊക്കെ പറഞ്ഞു. അടുത്ത വർഷം വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ബിക്കോസ് നമ്മൾ ഇനി സാറ്റർഡേ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ന്യൂ ഇയറിന് ഇനിയിപ്പോൾ ഈ ജിമ്മിൻ്റെ പടി കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറയായിരുന്നു, കഴിഞ്ഞു ഈ വർഷം ഈ ജിമ്മുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കടക്ക് പുറത്തെന്ന് പറയണത്. അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഹായ് മക്കൾ, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. 8:30 കഴിഞ്ഞു.
എല്ലാവർക്കും മെറി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. വന്നപ്പോൾ ഒരു വിഷമം, ഇനി അടുത്ത ആഴ്ച അല്ല അടുത്ത വർഷമല്ലേ ജിമ്മിൽ പോവല്ല, ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത വർഷം ആവും. ബട്ട് സ്റ്റിൽ ഇനി ഒരാഴ്ച കഴിയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം. അങ്ങനെ നമ്മൾ കുറെ നാളൊന്നും പോവാണ്ടിരിക്കാത്തത് കൊണ്ട് റെഗുലർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ആഴ്ചത്തേക്കൊന്നും പോണില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചാൽ കണ്ണപ്പൻ എന്തുവരെ എണീറ്റിട്ടില്ല. കണ്ണപ്പൻ ഇന്ന് ഓഫീസ് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല, വർക്ക് ഫ്രം ഹോമിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ കൺഫ്യൂഷൻ. അപ്പൊ ഉറങ്ങണ സ്ഥിതിക്ക് ഇനി എണീപ്പിക്കാനും ഒരു ബുദ്ധിമുട്ട്, 8:30 ആയിട്ടുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓർത്ത് പോയി കാണുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പാർക്കിങ്ങിൽ വണ്ടി അങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഡാഡി എണീച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ നല്ല ഉറക്കം, ഡാഡി മോളും കൂടി പൊരിഞ്ഞുറക്കാം അവിടെ അല്ലേ, പൊരിഞ്ഞുറക്കണം അവിടെ. അപ്പൊ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കുളിക്കണം എനിക്ക് ഇന്ന്. ഞാനിന്ന് ആക്ച്വലി സൂംബയ്ക്ക് രാവിലെ പോകാനുണ്ടായ മെയിൻ റീസൺ തന്നെ എനിക്ക് സ്കിന്നിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സ്കിന്നിന്റെ അപ്ഡേറ്റ് പറയാൻ ഒത്തിരി എപ്പോഴും ആൾക്കാർ മെസ്സേജ് വയ്ക്കാറുണ്ട്. പക്ഷെ അപ്ഡേറ്റ് ഒന്നും പറയാൻ ആവണുള്ളടാ. ചില ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലല്ലേ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തീർന്നിട്ടില്ല. ഇപ്പൊ ഞാൻ കറന്റ് ചെയ്യുന്നത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്, സോറി കെമിക്കൽ പീലിംഗ് ആണ്. കെമിക്കൽ പീലിംഗിന്റെ സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. ഫസ്റ്റ് സിറ്റിംഗ് നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തു ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, ഞാൻ ഈ മറ്റേ പിക്സൽ ഷോട്ട്സും പിക്സൽ ഷോൾഡറിങ്ങും ലേസറും ഒക്കെ ചെയ്തതിനേക്കാളും നല്ല റാപ്പിഡ് വ്യത്യാസമാണ് കെമിക്കൽ പീലിംഗ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായത് കേട്ടോ. ഐ ലവ് ഇറ്റ്. ഓക്കെ, ഡോക്ടർ പറഞ്ഞു 1 മന്ത് എടുത്തിട്ട് റിസൾട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് ആ അത് പീലായി കഴിഞ്ഞൊരു 1 വീക്ക് 2 വീക്ക് ആയപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്ന്. അതായത് കണ്ടോ, അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഭയങ്കര കാര്യമായിട്ട് ഇപ്പൊ സ്കാർസ് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നില്ല, പണ്ട് നേരത്തെ ഒക്കെ കണ്ടിരുന്ന പോലെ. അപ്പോൾ ചെറിയ ഇതൊക്കെ ഡീപ്പായത് അടിയിൽ നിന്ന് ബമ്പപ്പായിട്ട് വരണതേ ഉള്ളൂ. ബട്ട് ഫസ്റ്റ് കെമിക്കൽ പീല് നല്ലതായിട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് സെക്കൻഡ് കെമിക്കൽ പീലിന്റെ ഇതാണ്. അപ്പൊ എന്റെ ഡോക്ടർ നേരത്തെയൊക്കെ വൈകുന്നേരം ആയിരുന്നു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഡോക്ടറിന്റെ മോളും നമ്മുടെ ഭാവയും ഒരേ ഏജാ. അപ്പൊ അവള് പ്ലേ സ്കൂളിൽ പോകണുണ്ട്. അവള് പ്ലേ സ്കൂൾ 1 മാസമോ 2 മാസം മൂത്താണ്. അപ്പൊ അവള് പ്ലേ സ്കൂളിൽ പോണത് കൊണ്ട് ഡോക്ടർ മോർണിംഗ് സെഷനിലേക്ക് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം മാറ്റി, കൺസൾട്ടേഷൻ എല്ലാം. അപ്പൊ രാവിലെ 10 മണി തൊട്ടോ 11 മണി തൊട്ട് 2 മണി വരെ എന്നാണ് ഡോക്ടറിന്റെ ടൈം. അപ്പൊ എനിക്കിന്ന് 12 o'clock എന്റെ അപ്പോയിന്റ്മെന്റ്. 12 o'clock ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നേരത്തെ സൂംബയ്ക്ക് പോയിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന് പിന്നെ 10 മണിയൊക്കെ ഇവിടെ എത്തി, പിന്നെ കുളിച്ച് വരുമ്പോ അങ്ങനെ തന്നെ 11 മണിയാവേ. പിന്നെ നമ്മൾ ഓടേണ്ടി ഒരു 11:30 ആകുമ്പോൾ. അപ്പൊ ഇതാകുമ്പോൾ കുറച്ച് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കുളിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പോകാന്നാണ് മീൻസ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂംബയ്ക്ക് പോയിട്ട് വന്നത്. അപ്പൊ ഇനി 10 മിനിറ്റ് ഒന്ന് കാറ്റ് കൊള്ളണം, ഭയങ്കര തട്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അതിന് മുന്നേ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സന്ധ്യക്ക് കൊടുക്കാനുണ്ട്. കുറച്ച് ഷോർട്സ് ഇന്നലെ പോയിട്ട് കുറച്ച് ഷോർട്സ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ആൻഡ് ഓൾസോ എല്ലാ വർഷവും നമ്മൾ ബെസ്റ്റ് ഓഫ് 2024 അല്ലെങ്കിൽ അങ്ങനെ ഓരോ വർഷത്തിന്റെ ബെസ്റ്റ് ചെയ്യും. പക്ഷെ ഇത്ര ഞാൻ ചെയ്യണില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം നമ്മൾ നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിന് കൊടുത്ത റെക്കമെൻഡേഷൻ എല്ലാം ഈ വർഷത്തെ അടിപൊളി സാധനമാണ്. അപ്പൊ അത് ഞാൻ ഈ വർഷത്തെ മെയിൻ ആയിട്ട് പിക്ക് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ട്രൈ ചെയ്തതും ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് പിക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് ഞാൻ പറഞ്ഞത്. സോ ആ വീഡിയോന് ഉള്ളത് ഇപ്പൊ 2 ആഴ്ച മുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ബെസ്റ്റ് ഓഫ് 2024 അപ്ലോഡ് ചെയ്യണില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എഴുതി വന്നപ്പോഴത്തേക്കും എല്ലാം ദ സെയിം. എന്താ എനിക്ക് കിട്ടിയേക്കണേ നോക്കിയേ. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ കോമഡി ഇല്ല, ഇപ്പൊ ഡാഡായിട്ട് ചീത്ത പറയാം. ഡാഡയ്ക്ക് ഇന്ന് ഓഫീസ് ഉണ്ട്, ഡാഡ ഉറങ്ങിപ്പോയതാന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ഓഫീസ് ഇല്ലാത്ത ദിവസവും ഓഫീസിൽ പോകേണ്ടാത്ത ദിവസവും വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസവും നമ്മുടെ അടുത്ത് പറയാറും കൂടി ഇല്ല. നമ്മളിവിടെ വീട്ടിലിരിക്കുമ്പോൾ കാണുമ്പോഴാണ് എനിക്ക് ഇന്ന് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഇന്ന് വർക്ക് എനിക്കില്ലെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഞാനും അമ്മ ഓർത്ത് ഇന്ന് ഓഫീസിൽ പോകേണ്ടാത്ത ദിവസമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഏട്ടൻ ഉറങ്ങിപ്പോയതായിരുന്നു അതിനേക്കാളും വലിയ സത്യം. നമുക്കറിഞ്ഞില്ല. അപ്പൊ ഇപ്പൊ ധൃതി പിടിച്ച് ദേഷ്യം പിടിച്ച് കുളിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുറച്ച് കാറ്റ് കൊള്ളട്ടെ. കാറ്റ് കൊള്ളാം നമുക്കിതിരി ഇവിടെ നമ്മുടെ പാലപ്പപ്പ എന്ത് നമ്മുടെ മോരുപ്പപ്പ എന്ത് നമ്മുടെ യൂഷ്വലി ബാത്റൂമിൽ പോയിട്ടും കുളിച്ചിട്ട് വരാൻ വേണ്ടി കുറേ സമയം എടുക്കുന്ന കിരൺ ഇന്ന് ഷറ പറയുന്ന 1/2 മണിക്കൂറിനുള്ളിൽ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓഫീസിൽ പോകുന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടാവാറില്ല, ഞാൻ ജിമ്മിലായിരിക്കും. അപ്പോൾ ഇന്നാണ് കുറേ നാൾക്ക് ശേഷം നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റയൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്ത് കിരൺ അപ്പോൾ വേഗം ഇറങ്ങി. ഓൾറെഡി ലേറ്റ് ആയല്ലോ, 8:45 ഇറങ്ങി 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം തന്നെ ഭയങ്കര അത്ഭുതമാണ്. ബിക്കോസ് ഭയങ്കര പടപടയെന്നാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വേഗം റെഡി ചെയ്ത്. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഗുഡ് മോർണിംഗ്. Hi, good morning.
ഹായ് തണുപ്പ് മോർണിംഗ്. കുറഞ്ഞല്ലോ അല്ലേ അമ്മ? ഇന്ന് നമുക്ക് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയാണ്. കണ്ണപ്പനുള്ള മുട്ടക്കറി കരി പിടിച്ചിട്ടുണ്ടോ അമ്മയോട്? അമ്മ ഏട്ടനും കൂടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പുട്ടൊക്കെ നനച്ച് മുട്ടയൊക്കെ സെറ്റ് ആക്കി വെച്ചാ പറഞ്ഞ ഞാൻ അവിടെ പാക്ക് ചെയ്ത് കൊടുത്തോട്ട് വന്ന് കരി പിടിച്ചിട്ടുണ്ടൂടാ. പാത്രത്തിൽ കൊടുത്തുവിടായിരുന്നില്ല കുറച്ച് പുട്ട് മുട്ടക്കറി? അതെ, രാത്രി തീച്ചി. അതാണൊന്നും കഴിക്കത്തില്ല. ഞാനിനി വാമനെ പല്ലിപ്പിടെ. വാമ ഓടിവാ, 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 ബ്രഷ് ചെയ്യാൻ ഓടിവാ, ഓടിവാ. ഹായ്. അപ്പൊ ഏട്ടൻ ഓഫീസിൽ പോയി മാമനെ പല്ലിപ്പിച്ചു. 9:30 ആവാറായിട്ട് ഞാൻ അമ്മയുടെ വർത്താമോണ്ടിരിക്കണേന്ന്. ഇനി ഞാൻ ഓട്ടിപ്പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ മേല് മാത്രം കഴുകണുള്ളൂ. ഇന്ന് ഹെയർ വാഷ് ഇല്ല, ബിക്കോസ് ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തതാണ് എണ്ണയൊക്കെ ഇട്ടിട്ട്. സോ നോ ഹെയർ വാഷ് ടുഡേ, ഓൺലി ബോഡി വാഷ്. അപ്പൊ ടപ്പ് 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 ഒന്ന് കഴിയും. അപ്പൊ കുളിച്ചിട്ട് വരാം. ഓ, എന്റെ കുളിയും എന്റെ സ്കിൻ കെയറും പടപടയെന്ന് കഴിഞ്ഞു കേട്ടോ. ബിക്കോസ് ഓൾറെഡി 9:45. അപ്പൊ ഞാൻ ഇനി സ്കിൻ കെയർ എടുക്കണതൊക്കെ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. കൊള്ളാം, എന്റെ പുതിയ ബോഡി ലോഷൻ തേച്ചിട്ട് ഒരു ഗ്ലോ ഒക്കെ ഇല്ലേ? ഓക്കെ, നമുക്ക് കഴിക്കാം. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല മുട്ടക്കറി പൊട്ടിച്ചൊഴിച്ചത്. അത് തന്നെ, മുട്ടക്കറി പൊട്ടിച്ചൊഴിച്ചത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് വിചാരിക്കുന്നു. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ പുട്ട്, ഇത് കുഞ്ഞാവയുടെ, ഇതെന്റെ. അപ്പൊ അമ്മ തൽക്കാലം കൊടുക്കുകയാണ് അവിടെ. വേഗം കഴിച്ചോ. ഇവര് 11 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പിങ്കി ചേച്ചിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കണായിരുന്നു. പിങ്കി ചേച്ചിയുടെ കുറച്ചു നേരം അധികം വർത്താനം പറഞ്ഞതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് റെഡി ആവാൻ പോവാണ്. ഞാൻ എന്റെ സ്കിന്നിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് 12 മണിക്കാണ്. അപ്പൊ 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ പടപടപടയെന്ന് റെഡി ആവാണ്. പ്രത്യേകിച്ച് അങ്ങനെ അധികം റെഡി ആവാനില്ല, ബിക്കോസ് സ്കിൻ കെയർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഐബ്രോസ് ഒന്ന് വരയ്ക്കണം, ലിപ്സ്റ്റിക് ഇടണം, അത്രേ ഉള്ളൂ. ഡ്രസ്സ് മാറ്റണം, അതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യം. അപ്പൊ ഏത് ഡ്രസ്സ് ഇടും എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ഞാൻ. നോക്കട്ടെ. എന്റെ കയ്യിലൊരു സ്വെറ്റ് ഷർട്ട് പോലത്തെ സാധനം ഉണ്ട്, ഒരു ഗോൾഡ് ഒരു മസ്റ്റേർഡ് യെല്ലോ. അതിന്റെ കൂടെ ഞാൻ ഈ ഒരു പാന്റും കൂടി ഇട്ടിട്ട്, ഡെനിം കൂടി ഇട്ടിട്ട് വേഗം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. തണുപ്പുണ്ട്. അപ്പൊ പിന്നെ വേറെ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ട് പോകണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. അപ്പൊ വേഗം ഒന്ന് പടപടയൊന്ന് റെഡി ആയിട്ട് തരാം. ഞാൻ റെഡി ആക്കാൻ കേട്ടോ. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. നിന്നെ കാണിക്കണേ. വാവതേ തന്നെ കൂട്ടിയായിട്ടിരുന്നാണ് കേട്ടാ. നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാം. ആ, മിടുക്കി. വഴക്കെടുക്കട്ടാ. ഇല്ലടാ. അപ്പൊ 11:25 ആയി. ഇനി വേഗം ബുക്ക് ചെയ്തിട്ട് വേഗം ഉറങ്ങട്ടെ കേട്ടോ. എനിക്ക് ഈ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ചുമ്മാ നമ്മുടെ വിശാലിന് വാങ്ങിച്ചാണ്. വെറുതെ തണുപ്പ് ഉടങ്ങണതിന് തൊട്ട് മുന്നേ. ഞാൻ യൂഷ്വലി ഇങ്ങനെ സ്വെറ്റ് ഷർട്ട്സും ലൂസ് ആയിട്ടുള്ള ഹുഡീസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മളുടെ കുറെ വർഷങ്ങൾ മാറുന്തോറും അതിന്റെ ടേസ്റ്റ് മാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ വാങ്ങിച്ചത്. ഇത് ജസ്റ്റ് ഫോർ ₹299. ഓക്കെ, അത്രയും രൂപ ഉള്ളൂ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സുഖം, നല്ല കംഫർട്ടബിൾ. വീട്ടിൽ ഇടാൻ വേണ്ടി വാങ്ങിയാണേ. ബൈ ബൈ. വീട്ടിലിടാൻ വേണ്ടി ഓക്കേടാ. 12. അപ്പൊ വീട്ടിലിടാൻ വേണ്ടി വാങ്ങിയതാണേ. പക്ഷെ എനിക്കിത് പുറത്ത് ഇട്ടിട്ട് വീട്ടിലിടാന്ന് വിചാരിച്ചു. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട്. അങ്ങനെ ഓട്ടോ കിട്ടി. പിന്നെ ഞാൻ ഒരു 20 മിനിറ്റ്സ് ഒന്നും ഇല്ല നമ്മളിവിടെ നിന്ന്, ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ അവിടെ എത്താൻ വേണ്ടി. ഹോപ്പ് ഫാം എന്ന സ്ഥലത്താണ്, ഒലിവയിലാണ് ഞാൻ പോകുന്നത്. ഒലിവേൻ്റെ ബ്രാഞ്ച് നമ്മളുടെ അവിടെ പനമ്പള്ളി നഗറിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണേ മുന്നേ ക്ലെൻസ് ചെയ്യും കേട്ടോ ഫേസ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഫേസ് ഫുൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇനി നമുക്ക് ഡോക്ടർ വരും കേട്ടോ. ഡോക്ടർ വന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ആണ്. ഇതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇവരുടെ പ്രോസസ്സ് ഒന്നും. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ക്യാമറക്കകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല എൻ്റെ ഈശ്വരം. എന്താണത്? അങ്ങനെ ഡോക്ടർ വന്നു. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ചുമചുമാന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ നമുക്ക് ഐസ് പ്രസ് മീൻസ് കംപ്രസ് ഒക്കെ വെച്ചതിന് ശേഷം ഇതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ക്രീമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല പുകച്ചിലാണ്, ബട്ട് സ്റ്റിൽ ഒന്ന് കോൾഡ് കംപ്രസ് ഒക്കെ വെക്കുമ്പോൾ സെറ്റാവും. ഇതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ഉടനെ ഉള്ള ടൈപ്പ് സ്കിൻ കേട്ടോ, റെഡിഷ്. ഓർഡർ കിട്ടി, നമ്മൾ വീട്ടിലേക്ക് പോകാനുണ്ടോ. ഞാൻ പറഞ്ഞത് ഇതൊരു ഹാഫ് ആൻ അവറിൻ്റെ പരിപാടിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ മുന്നത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് കുറേ സമയം എടുക്കുന്നത്. ഇത് അതില്ല. ഇങ്ങനെ കെമിക്കൽ സാധനം ഇങ്ങനെ
ടൂത്ത് പിക്ക് വെച്ച് നമ്മളുടെ ഈ സ്കാർസിലൊക്കെ ഇങ്ങനെ ഡോട്ട് ചെയ്യും. അതൊക്കെ കോൾഡ് കംപ്രസ് അണ്ടറോളം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇപ്പം വെയിലുള്ള പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ളത് ഒരു 5 to 7 ഡേയ്സിലേക്ക് നമുക്ക് ആഫ്റ്റർ കെയർ ഉണ്ട്. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ക്രീമും വേറെ കാര്യങ്ങളും നാട്ടിൽ പോകണമല്ലോ. എന്നാലും ഇനിയിപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോകും. യെസ്, അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വീട്ടിലല്ല, അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയേക്കാണ്. ഞാൻ വേഗം ഓടി ബേസ്മെൻറ്റിലേക്ക് കയറുകയാണ്. പുറത്തു കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വെയിലടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസ്മെൻറ്റ് വഴിയാണ് പോണത്. ഓ മൈ ഗോഡ്, ഐ ലുക്ക് സിക്ക്. ഇനി വീട്ടിൽ ചെല്ലട്ടെ. പെട്ടെന്ന് കഴിഞ്ഞാണ്ടാ. ഹായ്, 11:30 ഇറങ്ങി 1:30 നമ്മൾ വീട്ടിലെത്തി. അടിപൊളിയല്ലേ? യെസ്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കയറി ഡ്രസ്സൊക്കെ മാറി ബാക്ക് ടു ഇതായി. വാച്ച് എന്താണ്? വാച്ച് എന്താണ് കണ്ണൻ? ഏതാണ് വേറെ? ആ ശരി, നന്നായിരിക്കും. ഇവിടെ ഞാനൊരു ശരി, ഞാനിവിടെ കളർ അടിക്കാൻ വേണ്ടിട്ട് കളർ ചെയ്യാൻ വേണ്ടിട്ട് ഓരോ പൂച്ചനെ പട്ടിനെ വരച്ച് ദിവസം ഞങ്ങൾ ടോവിനോനെ വരെ വരച്ചെത്തി. അപ്പൊ അവസാനം ഇപ്പൊ പറയും എന്നെ വരയ്ക്കാൻ. അമ്മ കേക്കണ്ടല്ലോ അല്ലേ? ഇതുണ്ടോ? ഇത് എനിക്ക് കിരൺ വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റ് ആണ്. ഐ മീൻ ഫ്ലവേഴ്സ് ഇല്ലാണ്ട് എന്ത് ആനിവേഴ്സറി അല്ലേ? അപ്പൊ ഞാൻ അന്ന് തന്നെ അടുത്ത് ഫ്ലവർ വാസിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു. അതുകൊണ്ട് എന്ത് ഭംഗിയായിട്ട് നോക്കിയേ. ആ മതി അയ്യോടാ, 4-5 ദിവസമായില്ലേ, ഇപ്പോഴും നല്ല സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഗുഡ് നോ? ഈ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വരണുണ്ട്. കണ്ട പട്ടിക്കുഞ്ഞിനെ പോലെ ഞാൻ കണ്ടുപിടിച്ചണ്ട. ഓ മൈ ഗോഡ്, മോത്തര. സൂക്ഷിച്ചിട്ടാ കയറി നിൽക്കുന്നത്. ഇറങ്ങി. നീ അവിടെ നിന്ന് നോ ചൂടാണ്. ഞാൻ ഇങ്ങനെ ക്ലിനിക്കിൽ നിന്ന് വന്ന് കയറിയപ്പോ തന്നെ ഉണ്ടല്ലോ പൊള്ളപ്പൻ ഉണ്ണിയപ്പോ. ഓ മൈ ഗോഡ്, എന്റെ അമ്മ വെറുതെ ഉണ്ടാക്കുവാണോ? വൈകുന്നേരത്തേക്കല്ലേ? അമ്മ അവിടെ ചോറ് വറക്കാണ്. ബിസി. അപ്പൊ ഇവിടെ ആ ഉണ്ണിക്കുട്ടിക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ അമ്മ. അടിപൊളി. അയ്യോ, ബൂബൂട്ടി എവിടെ പോയി? പൂട്ടിച്ചേക്കാണോ? ശരിയാണ്. ലഞ്ച് ടൈം. അയ്യോ, ബൂബൂട്ടിനെ കാണാനില്ല കേട്ടാ. ഇവിടെ പോവാന്തോ? അയ്യേ പോടാ. അപ്പൊ നമുക്കെന്താ ചോറ് ചിക്കൻ കറി ആൻഡ് ഓൾസോ കൂന്തൽ. ഓ മൈ ഗോഡ്, ഇന്ന് നമ്മൾ പൊളിക്കും അല്ലേ മമ്മി? ഒരു പൊളി പൊളിക്കും നമ്മളിന്ന്. കഴിക്കാം. ഹായ് ഉണ്ണിക്കുട്ടി, എന്ത് ചെയ്യാ? എപ്പോ വന്നു നീ സ്കൂളിൽ? പറയടാ, ട്യൂഷന് പോയാ? കളിയാണോ? ഓക്കെ, ബൈ. ലവ് യു. ഹലോ എവറിബഡി. ഞാനും വാവയും കൂടി കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ 5:45 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറക്കം വന്ന് വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് ശ്രീകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി കുറേ ദിവസമായി വിളിച്ചിട്ട്, ഐ മീൻ കഴിഞ്ഞ ആഴ്ച എപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് 2 വീഡിയോ വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ചുമ്മാ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ആടിപ്പാടി ഇപ്പൊ എണീറ്റ് വന്നോളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ കൽബ് എന്ന സിനിമ കാണാൻ വേണ്ടി പോവാണേ. നമ്മുടെ കാർത്തി സ്റ്റോറിയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ കൽബ് മൂവി, അടിപൊളിയാന്ന്. അതിന് പുഷ്പ എന്ന സിനിമ നമ്മുടെ കയ്യിലില്ലല്ലോ കാണാൻ. എവിടെ ഇരിക്കുന്നു പുഷ്പ? തിയേറ്ററിലല്ലേ ഉള്ളത്. നമ്മള് പുഷ്പ സിനിമ കണ്ടിട്ടില്ലേ. അപ്പൊ പോകാം നമ്മള് വിചാരിച്ചതായിരുന്നു. പക്ഷേ പറഞ്ഞാൽ ഇവിടെ പുഷ്പന്റെ റിലീസിന്റെ സമയത്ത് ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആയിരുന്നു. 1500-2000 റുപ്പീസ് ഒക്കെ ആയിരുന്നു. 1500-2000 റുപ്പീസ് ടിക്കറ്റ് പെർ ഹെഡ് ആയതുകൊണ്ട് നമ്മൾ പോയി കണ്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ റിവ്യൂവും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള റിവ്യൂ അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ നിർബന്ധം പിടിച്ചൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞത് പുഷ്പ 1 ഒരു വലിയ ഫാനൊന്നും അല്ല ഞാൻ. പുഷ്പ 1 കണ്ടിട്ട് ഇതൊരു സിനിമ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചതാണ്. എനിക്ക് പക്ഷെ അല്ലു അർജുനെ ഇഷ്ടമാണ്, നമ്മുടെ രശ്മിക്കനെ ഇഷ്ടമാണ്. മെയിൻ ആയിട്ട് എനിക്ക് ആ സിനിമ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നത് ഒൺലി ഫോർ ദ സോങ്സ്. ആ സോങ്ങിന്റെ ഒരു ഫീലിന് വേണ്ടി എനിക്ക് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നത്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഒന്നുമില്ല എനിക്ക് പുഷ്പ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടില്ല. അപ്പൊ ഞാനിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് കൽബ് എന്ന മൂവിയാണ്. ബിക്കോസ് ഷൂട്ടിംഗ് ഒക്കെ ഒന്നുമില്ലാണ്ട് വെറുതെ സമയത്ത് എനിക്ക് സിനിമ കാണാൻ ചാൻസ് കിട്ടുന്നത് ഇങ്ങനെ വീട്ടിലിരുന്ന്. അപ്പൊ അതായത് കാർത്തിയുടെ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ട്, ഭയങ്കര അടിപൊളി സിനിമ. അപ്പൊ ഞാൻ ഓർത്തൊന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ചു. 7 മണി കഴിഞ്ഞു.
കുഴപ്പമില്ല, കണ്ടു തീരുമല്ല, കുഴപ്പമില്ല. അപ്പൊ കണ്ടു തുടങ്ങാം എന്ന് ഓർക്കുന്നു. നോക്കൂ നോക്കൂ നോക്കൂ, എന്ത് ചെയ്യാൻ പോവാ നമ്മള് രണ്ടുപേരും? ഞങ്ങള് സിനിമ ഞങ്ങള് സിനിമ കണ്ടോണ്ടിരുന്ന സമയത്ത് ആ സിനിമയ്ക്കകത്ത് സിനിമ കാണാണ്ടപ്പോഴത്തേക്കും അതിനകത്ത് പോപ്കോൺ കഴിക്കുന്നു. നമ്മളെങ്ങനെ സഹിക്കും? അപ്പൊ ഞങ്ങളോർത്ത് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാന്ന് ചോദിച്ചു. ഇവിടെ ഓൾറെഡി മറ്റേ ആക്റ്റീവ് പോപ്കോൺ ഇരിപ്പുണ്ട്. അന്ന് പിന്നെ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കി കാര്യമായിട്ട് സിനിമ എൻജോയ് ചെയ്യാന്ന് ചോദിച്ചു. ഉണ്ടാക്കാം. കുക്കറിന്റെ അകത്തൊന്ന് ചെണ്ടമേളം കേൾക്കാം. അതെ, എങ്ങനെയാണ്? ഇങ്ങനെ ചേർന്നേ, അങ്ങനെയാണോ പോപ്കോൺ ചാടുന്നത്? ഓ മൈ ഗാഡ്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ. ഓ മൈ ഗോഡ്, ഒരു കുക്കർ നിറച്ച് പോപ്കോൺ ഇട്ടിരിക്കുകയാണ് നമുക്ക്. ഓക്കെ, പോപ്കോൺ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മൂവി ബാക്കി കാണാൻ പോവാം. മൂവി ടൈം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനും വാവയും കൂടി സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. വാവ അതിൻ്റെ ഇടയിൽ ഡൗട്ടൊക്കെ ചോദിക്കും, ചിലപ്പോൾ അമ്മയുടെ പോയിട്ട് കുറേ നേരം ഇരിക്കും. അങ്ങനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. അപ്പോഴും കിരൺ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കിരൺ ഇന്ന് നല്ലോണം ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് വന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. ഡാഡ വന്നു. ഡാഡി ലേറ്റ് 9 o'clock കഴിഞ്ഞു ഡാഡ വന്നപ്പോ. അല്ലേ ഡാഡ? എന്ത് പറ്റി? ഉണ്ണിക്കുട്ടിയുടെ ശബ്ദമില്ലാണ്ട് ക്യാമറയുടെ പറഞ്ഞാ എന്ത് പറ്റി ഡാഡയ്ക്ക്? എന്തിനു ടയർഡായി? ഇത്തിരി ക്ഷീണം മാറ്റി കൊടുക്ക്. ചെല്ല്, ഇത് വെള്ളമൊക്കെ എടുത്ത് കൊടുക്ക്. എന്താ പറ്റാത്തെ? ഇതിന് കുറുമ്പില് കാണില്ലല്ലോ കുഞ്ഞിത്തരൊന്നും. എന്ത് സാധനം? ഉണ്ണിക്കുട്ടി മാറ്റിയാ ഡ്രസ്? ഇല്ല, വരുന്നു. ഉണ്ണിക്കുട്ടി ഡാഡ വന്ന സമയത്ത് ടീഷർട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കുളിച്ചിട്ടല്ലടാ. ഉണ്ണിക്കുട്ടിനെ വ്ളോഗിൽ കാണിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാൽ, എന്താ നീ വ്ളോഗിൽ വരാത്ത? ഇപ്പൊ വൈ യു നോട്ട് കമ്മിങ്? നിനക്ക് അറിഞ്ഞൂടാ, നീ ഓർഡറല്ലേ ഇപ്പൊ ബോഡി മാതിരി. കളി കഴിഞ്ഞാ? അവനും കളി കഴിഞ്ഞ് എത്തിയപ്പോ 8:45 അല്ലേടാ. ഇപ്പൊ കുളിച്ചു, ഫുഡ് കഴിക്കാൻ പോണം അല്ലേ പൊന്നാ? നാളെ സ്കൂള് പൂട്ടും. താക്കോലായിട്ട് വരണേ. വരില്ലേ തങ്കം? വരില്ലേ? ആ മേഡം, അമ്പിളി. ഓ ഇല്ല, കൊല്ലടില്ല. കിരൺ വന്നു കഴിഞ്ഞാൽ തന്നെ നടക്കും ജ്യൂസും ഐസ്ക്രീമും. എന്താ പറയാ, നിനക്ക് എന്നും ജ്യൂസും ഐസ്ക്രീമാണോ കൊണ്ടുവരണേ? ആണോ? ശരി, ഓക്കെ. ലോലിപ്പോപ്പോ ഇതെന്താണത്? എന്നെ എവിടെ നട്ടാ വരണേ? എന്നാ നീ ഡാഡിനോട് പറ, എന്റെ അടുത്ത് പറയണ്ട. തട്ടി വീഴല്ലേ? ഐ ഓഫീസ്. ഇവിടെ ഉണ്ണിക്കുട്ടിയുടെ ഫ്രണ്ട്സിനായിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഇവർ ഇംഗ്ലീഷിലുള്ള സംസാരിക്കുന്നത്. ഇവിടെ ഭയങ്കര മിക്സഡ് കമ്മ്യൂണിറ്റി ആണ്. മലയാളി പിള്ളേരൊന്നും കുറവാണ് ഇവന്റെ പ്രായത്തിലുള്ളത്. അപ്പൊ ഭയങ്കര ഇംഗ്ലീഷ് കുറച്ചിലുണ്ട്. അപ്പൊ ഒരു എന്റെ അടുത്ത് അടുക്കളയിൽ നിന്നപ്പോഴത്തേക്കും മാമ പറയാ, ഓറഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. മമ്മ ലുക്ക്, ഓറഞ്ച് സെറ്റ് ഡൗൺ. അതായത് അവിടെ ഓറഞ്ച് ഇരിക്കുകയാണെന്ന് പറയില്ലേ, അതുകൊണ്ട് ഓറഞ്ച് സെറ്റ് ഡൗൺ. അവിടെ നമ്മള് ഇങ്ങോട്ടേ ചാടല്ലേ, നമ്മളിവിടെ ഇംഗ്ലീഷ് എനിക്ക് നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് പറയണ ആളെന്താ പറയണ? എടാ ഇംഗ്ലീഷ് നന്നായിട്ട് പറഞ്ഞ ആളെന്താ പറയണത്? മാംഗോയ. പിന്നെ കേട്ടോ, ഞങ്ങളിവിടെ പറയാറോ, ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്ന ആള് പെട്രീഷ്യ, ഇംഗ്ലീഷ് തെറ്റി പറഞ്ഞ ആളുടെ പേര് അപ്പൊ ഞങ്ങളിവിടെ ചുമ്മാ ഡിസ്കഷൻ ചെയ്യട്ടെ. ഇംഗ്ലീഷ് നന്നായിട്ട് പറഞ്ഞ ആൾക്കാരെ പെട്രീഷ്യ എന്നും ഇംഗ്ലീഷ് മോശം പറഞ്ഞ ആൾക്കാരെ പെട്ടിയോട്രോഷ എന്ന് പറഞ്ഞു. എടാ, ആരുടെ ഇവിടുത്തെ സ്ഥിരം പെട്ടിയോട്രോഷ? നീയാണോടാ പെട്ടിയോട്രോഷ? നീ മാംഗോ. ഹലോ, ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ടോ. ഒരു 10:30 ആയപ്പോഴാണ് സിനിമ കണ്ടു കഴിഞ്ഞത്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സാഡായിട്ട് തോന്നി.
ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര കുറവാണല്ലോ ഇപ്പോഴത്തെ കാലത്ത്. താങ്ക് യു. ഇപ്പൊ ഇങ്ങനത്തെ ഭയങ്കര പ്യുവർ ലവ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ആൻഡ് എന്താ പറയാ ഹാപ്പി എൻഡിങ് അല്ലാത്ത സിനിമകൾ, അതായത് ഹാപ്പി ലവ് എൻഡിങ് വരുന്ന ടൈപ്പ് ഓഫ് സിനിമാസ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആ ടൈമിൽ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു പ്രണയം മരിച്ചിട്ടില്ല എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ പ്രണയം മരിച്ചത് കഥ അത് വേറെ സത്യം. അപ്പോൾ നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇച്ചിരി ലാഗിങ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത്തിരി വലിയോട് ഞാൻ ഇങ്ങനെ സമയം നോക്കണമായിരുന്നു, ഇങ്ങനെ തിരണ്ടല്ലോ അങ്ങനെ ഇച്ചിരി പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിംസും ഭയങ്കര നല്ല സംഭവമൊക്കെയാണ്. പക്ഷെ കുറച്ച് ലാഗിങ് ആയപ്പോൾ അതിനെനിക്ക് തോന്നിയായിരുന്നു. എൻ്റെ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സോ ഗുഡ്, ലവ് ഇറ്റ്. എനിക്ക് അച്ഛനെ മിസ് ചെയ്തത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു. നമുക്ക് എന്ത് വേണേലും തുറന്നു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു അച്ഛനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ നമുക്കൊരു വിഷമമാണല്ലോ. അപ്പം അങ്ങനെ നല്ല നല്ല ഹീറോയിനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇവരൊന്നും കണ്ടിട്ടും കൂടിയില്ല, നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ടിക്ടോക്ക്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസും ഷോർട്ട് ഫിലിംസും യൂട്യൂബും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, അടിപൊളി. അപ്പോൾ അത് സിനിമ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ കണ്ടു നോക്കട്ടെ, സിനിമ നല്ല മൂവിയാണ്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാന്ന് വെച്ചാൽ തോന്നിയത് എനിക്കറിയില്ല, സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എടുത്തിരുന്നത്, പക്ഷെ പാട്ടും സീൻസും കൂടി ഒരു സിങ്കില്ല. അതായത് സീൻ ഭയങ്കര രസമുണ്ട് കാണാൻ, പക്ഷെ അതായത് പാട്ടിനും സീൻസിനും കൂടി ഒരു മാച്ച് ഇല്ലാത്ത മാതിരി തോന്നിയായിരുന്നു. പാട്ടായിട്ട് കേൾക്കുമ്പോൾ രസമുണ്ട്, സീനായിട്ട് കാണുമ്പോൾ രസമുണ്ട്, പക്ഷെ രണ്ടും കൂടി ഒരു ടുഗെദർ പോകാത്ത മാതിരത്തെ ഒരു ഫീൽ തോന്നിയത്. അപ്പൊ ഇനി ഞാൻ ബ്രഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അമ്മയും ഉണ്ണിക്കുട്ടിയും കിടന്നു. ഉണ്ണിക്കുട്ടിക്ക് നാളെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഏട്ടന് കുറച്ച് ലേറ്റ് ആവും ഉറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും. ചെറിയ ലേറ്റ് ആയല്ലോ വന്നാൽ, അപ്പം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണതും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഞാനും ബാബ ഓൾറെഡി ബ്രഷ് ചെയ്ത് എണ്ണയിലുള്ള ഡ്രസ്സ് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ നാട്ടിൽ നിന്നുള്ള വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നാട്ടിലെ വ്ളോഗ്സ്. അപ്പോൾ ബൈ.